കാർമുകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 3-ാമത് വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു: യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. നീതിയോടും നിർമ്മലതയോടും സത്യസന്ധതയോടും പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി ഈ ലോകത്ത് ദൈവം മുൻപാകെ ജീവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി തക്ക സമയത്ത് അത്ഭുതത്തിൻ്റെ വഴികളെ തുറക്കുന്ന ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. ചരിത്രത്തിൻ്റെ ഏടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ 3.5 സംവത്സരം ഭൂമിയിൽ മഴ പെയ്യാതിരിക്കുകയും ദേശം മുഴുവനും വരണ്ടു പോകുകയും വെള്ളം ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാലഘട്ടം മാറുകയും ചെയ്തു എന്ന് രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 17-18 അധ്യായങ്ങളിൽ ഓർപ്പിച്ചിട്ടുണ്ട്. ക്ഷാമത്തിൻ്റെ മൂർച്ഛന്യാവസ്ഥയിൽ ഭരിക്കുന്ന രാജാവ് ആഹാബ് ഓബദ്യാവോട് ഒരു കാര്യം പറഞ്ഞു: ഈ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുവിൻ. പക്ഷേ മൃഗങ്ങൾ എല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയുമെങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. സമൂഹം മുഴുവനും വെള്ളത്തിനു വേണ്ടി കേഴുകയാണ്, ഭക്ഷണത്തിനു വേണ്ടി ഓടുകയാണ്. എങ്ങനെ ജീവിതം നിലനിർത്തണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു കാലഘട്ടം ഭൂമിയിൽ കടന്നു വന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഏലിയാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്ത് യോർദാൻ അടുത്തുള്ള കെരീത്ത് തോട്ടിൻ്റെ അരികെ ഒളിച്ചിരിക്കണം. തോട്ടിൽ വെള്ളമുണ്ടാവും, ആ വെള്ളം നീ കുടിക്കുകയും നിനക്ക് കാക്ക എത്തിച്ചു തരുന്ന അപ്പം സമയാസമയങ്ങളിൽ എത്തിക്കുമെന്നും അത് കഴിക്കണമെന്നും ഓർപ്പിക്കുകയാണ്. നോക്കുക, ഒരു രാജാവടക്കം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളടക്കം ഒരല്പം വെള്ളത്തിനു വേണ്ടി പോലും നെട്ടോട്ടമോടുന്ന കാലത്ത് ദൈവത്തിനു വേണ്ടി നിന്ന ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിന് വേണ്ടി കാക്കയോട് കൽപ്പിച്ച് കാക്ക തക്ക സമയത്ത് അവൻ ആഹാരം എത്തിച്ചു കൊടുത്തു എന്ന് വായിക്കുകയാണ്. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുവാൻ തുടങ്ങി. കാക്കയുടെ വരവ് നിലയ്ക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞത്: നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫാത്തിലേക്ക് ചെല്ലുക, അവിടെ പാർക്ക, അവിടെ നിന്നെ പുലർത്തുവാനായിട്ട് ഞാൻ ഒരാളിനെ ആക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. നോക്കണം, കെരീത്തിലെ വെള്ളം വറ്റിയാലും കാക്കയുടെ വരവ് നിലച്ച് അപ്പവും ഇറച്ചിയും ലഭ്യമാകാതെ വരുമ്പോഴും ഭക്തനു വേണ്ടി കരുതുന്ന ദൈവം സാരഫാത്തിൽ ഒരു വിധവയെ ഒരുക്കി വെച്ച്
തന്നെ മാനിപ്പാനിടയായി തീർന്നു എന്ന് തിരുവചനം വായിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മയും നമ്മുടെ അനുഗ്രഹങ്ങളും ആരൊക്കെ തടയാൻ നോക്കിയാലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മകൾ തക്ക സമയത്ത് നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കാം, മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നീതിയോടെ ജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, പട്ടിണി കിടക്കാതെ ഞങ്ങളെ പോറ്റുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെ പോറ്റുമെന്നറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.